everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. സോ നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കുകയാണ്. ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. എന്നാൽ ചില ചാപ്റ്റേഴ്സ് നമ്മളതിൽ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ചാപ്റ്ററാണ് ടോയ്സ് ടു ടീൻസ്. ഞാനത് സിമ്പിളായി 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. സോ നോക്കൂ, എന്താണ് ടോയ്സ് ടു ടീൻസ്? സിമ്പിളാണ്. എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ്സ് ടീൻസിനെ, കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഈ ചാപ്റ്റർ പറയുന്നത്. സോ ഇത് എന്തിനാണ് നമുക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾ കൗമാരപ്രായക്കാരാണ്, അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഈ ഒരു ആർട്ടിക്കിൾ, ഈ ലേഖനം തുടങ്ങുന്നത് ഗ്രേസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ വെച്ചിട്ടാണ്. ആൻഡ് ഗ്രേസിന് ഒരു മോൺസ്റ്റർ ഹൈ ഡോള് വേണം. അതൊരു ടൈപ്പ് ഓഫ് ഡോളാണ്, ഒരു സീരീസ് ഓഫ് ഡോളാണ് അല്ലേ. നമ്മളിപ്പോൾ ഹോട്ട് വീൽസിൻ്റെ കാർ എന്നൊക്കെ പറയുന്ന പോലെ മോൺസ്റ്റർ ഹൈ സീരീസിൽ പെട്ട ഒരു ഡോള് വേണമെന്ന് പറയുന്നു. കാരണം അവൾ വിചാരിച്ചത്, ചെറിയ കുട്ടിയാണ്, 8 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്, അവൾ വിചാരിച്ചത് മോൺസ്റ്റർ ഹൈ ഡോൾ ഉണ്ടാകുന്നത് എന്താണ്, വളരെ കൂളാണ് അല്ലേ, എല്ലാവരും കയ്യിലുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് അവൾ വിചാരിച്ചു. കാരണം അവൾ അമ്മയോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവൾക്ക് വേണ്ടത് മോൺസ്റ്റർ ഹൈ ഡോൾ സീരീസിലെ ഡ്രാക്കുലാര എന്ന് പറഞ്ഞൊരു ഡോളാണ്. ആ ഡോളിൻ്റെ പേരാണെന്ത്, ഡ്രാക്കുലാര. കാരണം ഡ്രാക്കുലാരയ്ക്ക് ഒരു കൂൾ ഔട്ട്ഫിറ്റാണ് അല്ലേ, ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള, ഭയങ്കര രസമുള്ളൊരു ഔട്ട്ഫിറ്റാണ്, വേഷവിധാനങ്ങളാണ്. പിന്നെയോ ഡ്രാക്കുലാര എന്ന് പറഞ്ഞ പെറ്റിന് എന്തുണ്ട്, എന്ന് പറഞ്ഞ ഡോളിന് എന്തുണ്ട്, ഒരു പെറ്റ് ബാറ്റ് അല്ലേ, നമ്മൾ പട്ടി പൂച്ച പെറ്റാക്കുന്ന പോലെ ഡ്രാക്കുലാരയുടെ പെറ്റാണ് ഒരു ബാറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, വലിയ കാര്യമൊന്നുമല്ല. ഗ്രേസ് ലേൺഡ് അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾസ് ഫ്രം ഹർ ഫ്രണ്ട് മാഡി. ഗ്രേസിന് ഈ മോൺസ്റ്റർ ഹൈ ഡോൾസിനെ കുറിച്ച് അവൾ കേട്ടതും കണ്ടതൊക്കെ എവിടെ നിന്നാണ്? അവളുടെ ഫ്രണ്ടായ മാഡിയുടെ അടുത്തു നിന്നാണ്. ആൻഡ് മാഡി അവൾക്ക് ഈ മോൺസ്റ്റർ ഹൈ ഡോൾസിൻ്റെ ഒരുപാട് വീഡിയോസും അവരുടെ ഗെയിംസൊക്കെ കാണിച്ചു കൊടുത്തു. സോ ടെക്നിക്കലി ഇത് ഈ വീഡിയോസും ഈ ഗെയിംസൊക്കെ ഈ മോൺസ്റ്റർ ഹൈ ഡോൾസിൻ്റെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ടാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ ആരും ഇമ്പ്രസ്ഡ് ആവുകയാണ്. ചെറിയ കുട്ടികളെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ ഗിമ്മിക്സ് ഒക്കെ കാണിച്ച് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ കുട്ടി എന്താവുകയാണ്, ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഗെയിംസ് ഒക്കെ കണ്ടിട്ട് അട്രാക്റ്റഡ് ആവുന്നു. ആൻഡ് ഷീസ് ഇൻസിസ്റ്റിംഗ് ഹർ മദർ ടു ബൈ വൺ ഫോർ ഹർ. അല്ല, അവൾക്ക് വേണ്ടി ഒന്ന് വാങ്ങാൻ വേണ്ടി നിർബന്ധം പിടിക്കുന്നു. ഗ്രേസ് മദർ ഡിസൈഡഡ് ടു ബൈ ദ മോൺസ്റ്റർ ഹൈ ഡോൾ ബിക്കോസ് ഗ്രേസ് വാണ്ടഡ് ഇറ്റ്. ഗ്രേസ് അത്രമേൽ നിർബന്ധം പിടിച്ചുകൊണ്ട് വാങ്ങിക്കൊടുക്കുന്നു. ഗ്രേസസ് എക്സൈറ്റ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഹർ ഡിസിഷൻ. ഗ്രേസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവളുടെ ഡിസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. മാർക്കറ്റേഴ്സ് പേ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ് ബിക്കോസ് കിഡ്സ് ഹാവ് മണി ടു സ്പെൻഡ് അല്ലേ. മാർക്കറ്റേഴ്സ് യങ് കൺസ്യൂമേഴ്സിൽ ഒരുപാട് എന്ത് കൊടുക്കുന്നുണ്ട്, അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് 3 കാരണങ്ങൾ എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കണം. 3 കാരണങ്ങൾ ഓർമ്മിച്ച് വെക്കണം. റീസൺ നമ്പർ 1, കിഡ്സ് ഹാവ് മണി ടു സ്പെൻഡ്. കുട്ടികളുടെ കയ്യിൽ എന്തുണ്ട്, ചിലവാക്കാൻ പൈസ ഉണ്ട്. അവരുടെ സ്വന്തം മണിയുണ്ട്. അവർക്ക് റേഷൻ കടയിൽ പോകാനോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ടാക്സ് അടയ്ക്കാനോ ഒന്നും പൈസ വേണ്ട. അവരുടെ കയ്യിലുള്ള പൈസ അവർക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നാമത്തെ കാരണം. 2, they can influence the parents buying choices. അവരുടെ രക്ഷിതാക്കളുടെ ബൈയിങ് ചോയ്സസിനെ, വാങ്ങാനുള്ള ചോയ്സുകളെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഏത് സോപ്പ് വാങ്ങണം, ഏത് പൗഡർ വാങ്ങണം, ഏത് പെർഫ്യൂം വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങളാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് നിങ്ങളാണ്. സോ നിങ്ങളിത് കാണുന്നു, നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അത് വാങ്ങൂ ഇത് വാങ്ങൂ എന്നുള്ളത്. സോ അഡ്വർടൈസേഴ്സിന് അറിയാം എന്ത്, നിങ്ങളെ ചാക്കിലിട്ടാൽ പാരൻസിനെ ചാക്കിലിടാൻ എളുപ്പമാണ്. 3ാമത്തെ കാര്യം, ദേ ക്യാൻ ബിക്കം ലോയൽ കസ്റ്റമേഴ്സ് ആസ് അഡൽട്സ് അല്ലെ. അവർ വലുതാകുമ്പോൾ അവർ ലോയലായിട്ടുള്ള, വിശ്വസനീയമായിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് മാറും, ലോയൽ കസ്റ്റമേഴ്സായിട്ട് മാറും. കാരണം എന്താ, തുടക്കത്തിലേ നിങ്ങളെ പിടിക്കുക, ക്യാച്ച് ദം യങ്. ചെറുപ്പത്തിൽ കസ്റ്റമേഴ്സ് ആക്കുന്നു, മരിക്കുന്നവർ നിങ്ങൾ എന്താണ്, അവരുടെ കസ്റ്റമേഴ്സാക്കി തീർക്കുന്നു. ഈ 3 കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ 3 പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി നോക്കൂ, ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് ദ പാരൻസ് ബൈയിങ് ഡിസിഷൻസ് ബൈ ആസ്കിങ് ഫോർ സർട്ടൻ പ്രൊഡക്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസിങ് വാട്ട് ദ ഫാമിലി ബൈസ്. നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇല്ലേ, ചില പ്രൊഡക്ട്സ് വാങ്ങണം അല്ലെങ്കിൽ എന്ത് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്ന കുട്ടികളാണ്. സോ കുട്ടികൾ പാരൻസിൻ്റെ, ഫാമിലിയുടെ ബൈയിങ് ഓപ്ഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിങ് can affect teenagers by making them feel insecure about their looks and pushing them to buy certain products to fit in.
ആൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പല അഡ്വർടൈസ്മെൻറ്റ്സിലും നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ആകാരവടിവുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെയാണ് അഡ്വർടൈസേഴ്സിലെ മോഡലായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, നമ്മൾ അവരെ പോലെ അല്ല, നമുക്ക് അവരെ പോലെ ആവണം. അപ്പോൾ നമ്മൾ അവരെ പോലെ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പെർഫ്യൂം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ സോപ്പ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ ഫേസ് ക്രീം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെ നടക്കുന്നത് അഡ്വർടൈസിങ് ക്യാൻ എഫക്ട് ടീനേജേഴ്സ് ബൈ മേക്കിംഗ് ദം ഇൻസെക്യൂർ അബൌട്ട് ദർ ലുക്സ്. അല്ലെ, അവരുടെ ലുക്ക് കണ്ടിട്ട് നമ്മൾ നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് എന്താവുന്നു, ഇൻസെക്യൂർ ആവുന്നു. ആൻഡ് പുഷിംഗ് ദം ടു ബൈ സർട്ടൻ പ്രൊഡക്ട്സ് ടു ഫിറ്റ് ഇൻ. സോ അവരുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി, ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. നമ്മൾ rather we are forced to buy them. Teens care a lot about brand names. അല്ലേ, ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കുട്ടികൾ ബ്രാൻഡ് നെയിംസിനെ കുറിച്ച് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൺസേൺഡ് ആണ്. ആൻഡ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, അല്ലെ, എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും സ്നാപ്ചാറ്റിൻ്റെയും ഒക്കെ ലോകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ കുട്ടികൾ ബ്രാൻഡ് നെയിംസിനെയും ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ വളരെ അവെയറാണ്. ബിക്കോസ് ദേ വാണ്ട് ടു ഫിറ്റ് ഇൻ വിത്ത് ദ പിയേഴ്സ് ആൻഡ് ഫീൽ കൂൾ. കാരണം അവർക്ക് അവരുടെ പിയേഴ്സിനോട്, സമപ്രായക്കാരുടെ കൂടെ എന്താ പറയുക, മിങ്കിൾ ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഫിറ്റ് ഇൻ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ഔട്ട്സൈഡറായിട്ട് മാറും. അഡ്വർടൈസേഴ്സ് യൂസ് സെലിബ്രിറ്റീസ് ടു എൻഡോസ് പ്രോഡക്ട്സ്. അല്ലേ, ഈ പ്രോഡക്ട്സിനെ പബ്ലിക്കലി അപ്രൂവ് ചെയ്യാൻ വേണ്ടി, എൻഡോസ് ചെയ്യാൻ വേണ്ടി സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്യുന്നു. കാരണം ടീൻസ് ട്രസ്റ്റ് ആൻഡ് അഡ്മയർ സെലിബ്രിറ്റീസ്. കാരണം കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മേക്കിംഗ് ദം മോർ ലൈക്ലി ടു ബൈ എൻഡോസ്ഡ് പ്രോഡക്ട്സ്. അല്ലേ, മോഹൻലാലും മമ്മൂട്ടിയും ഷാരൂഖ് ഖാനും ഋത്തിക് റോഷൻ വന്നിട്ട് പറയുകയാണ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സായി പല്ലവി വന്നിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് വാങ്ങാനുള്ള, ആ എൻഡോസ്ഡ് പ്രൊഡക്ട്സ് വാങ്ങാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. സോ ഇത്രയുമേ ഏത് ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ചോയ്സ് ടു ടീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്സ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഒരു വരി, ഒരു ലവ്, ഒരു താങ്ക് യു എന്തായാലും കുഴപ്പമില്ല, അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് അൺടിൽ ദെൻ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem Learning. താങ്ക് യു എവരിബഡി.